ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇൻബിൽറ്റ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ നിലവിൽ ഇത് വർക്ക് ചെയ്യുന്നില്ലെന്നാണ് കംപ്ലയിൻറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ സപ്ലൈ വയർ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പവർ ഓൺ ആക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നിലവിൽ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. പവർ LED നിലവിൽ തെളിയുന്നില്ല. ഫ്യൂസും നിലവിൽ ഓക്കെയാണ്, ഫ്യൂസും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പീസാക്കി നോക്കാം. നിലവിൽ കത്തിയതായിട്ടോ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഈ സൈഡിൽ കുഴപ്പമില്ല. ഇനി അപ്പുറ സൈഡ് എങ്ങനെയാണെന്നുള്ളത് ഒരു പീസാക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ബാക്കിലത്തെ ഈ പീസും കൂടെ ഒന്ന് ഊരി മാറ്റണം. ഊരി മാറ്റിയാലേ ബാക്കി നമുക്ക് അറിയാൻ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും സ്പെയർ എന്തെങ്കിലും കത്തി എന്തെങ്കിലും ഇരിപ്പുണ്ടോ എന്നുള്ളത്. നല്ല ഇവിടുന്ന് നോക്കിയിട്ട് കത്തിയതൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു പ്രിൻ്റ് ബ്രേക്ക് കാണുന്നുണ്ട്. ഇവിടെയെങ്കിലും കണ്ടില്ലായിരുന്നു. അപ്പം ഇവിടെ നോക്കിയാൽ പ്രിൻ്റ് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ വിചാരിച്ചതിനകത്ത് മോസ്ഫെറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ പ്രിൻ്റൊന്നും പോയിട്ടില്ല, പക്ഷേ പ്രിൻ്റ് കട്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് പവർ സപ്ലൈ കണ്ട് മോസ്ഫെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതൊരെണ്ണം ഷോട്ടിങ് കാണിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ ഷോട്ടിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് തീരുമാന ലക്ഷണമാണ്. അപ്പോൾ എന്തായാലും രണ്ടെണ്ണം റിമൂവ് ചെയ്തെടുക്കാം. റിമൂവ് ചെയ്തെടുത്തിട്ട്
ഇത് പോയിട്ടുണ്ട്, രണ്ട് നിലവിൽ പോയതാണ്. പ്രിൻ്റ് കട്ടായി പോയത് നിലവിൽ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. മോസ്ഫെറ്റ് രണ്ടെണ്ണം ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മോസ്ഫെറ്റ് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പവർ ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും ഷൂട്ടിങ്ങോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തായാലും പവർ ഒന്ന് ഓണാക്കി നോക്കാം. പവർ ഓൺ ആക്കിയിട്ട് നിലവിൽ ഓൺ ആയിട്ടില്ല. LED കത്തി കണ്ടിട്ടില്ല. നമുക്ക് സപ്ലൈ ചെക്ക് ചെയ്ത് നോക്കാം, സപ്ലൈ കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. നിലവിൽ ഷോട്ടിങ് കണ്ടില്ല, ഓൺ ആവുകയും ചെയ്തിട്ടില്ല.
ഇപ്പോൾ ഷോട്ടിങ് കാണിച്ച് ഓണാകാൻ ചെയ്യുന്നത് കാണാത്തതുകൊണ്ട് ചില കേസിൽ LED പോകാൻ സാധ്യതയുണ്ട്. നിലവിൽ ഔട്ട്പുട്ട് ഇല്ല. IC-യിലേക്ക് വോൾട്ടേജ് വരുന്നുണ്ട്, സ്വിച്ചിങ് ആയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു പ്രിൻ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണുന്നില്ല, പ്രിൻ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വെറുതെ നോക്കുമ്പോൾ പെട്ടെന്ന് കാണത്തില്ല, പക്ഷേ പ്രിൻ്റ് ഇവിടെ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജമ്പർ അടിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രിൻ്റ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു, ഇവിടെയും പ്രിൻ്റ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് പോസിറ്റീവ് സപ്ലൈ നേരെ ചോപ്പറിലേക്ക് വരുന്ന ഇതാണ്, ഈ ലൈനാണ്. ഇനിയൊന്ന് ഓൺ ആക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഇപ്പോൾ നിലവിൽ പവർ LED ഓൺ ആയിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ടിനകത്ത് സപ്ലൈ കറക്റ്റായിട്ട് വരുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കണം. ബൾബ് ഷോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ഔട്ട്പുട്ടിനകത്ത് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് അറിയേണ്ടത്. അടുത്തത് 36 വോൾട്ട് പ്ലസ്, 36 വോൾട്ട് മൈനസ്. ഇവിടെ വേറെ ഷോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതൊക്കെ സ്പീക്കർ കണക്ട് ചെയ്തിട്ടൊന്ന് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇൻപുട്ടിൻ്റെ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ മിക്കതിനകത്തും മോസ്ഫെറ്റ് ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഫ്യൂസ് പോകുന്നതാണ്. ഇത് ഫ്യൂസ് പോയിട്ടില്ല, പ്രിൻ്റ് കത്തിപ്പോയി. പിന്നെ ഫ്യൂസ് പോയേക്കുന്ന കസ്റ്റമർ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒന്നെങ്കിൽ കമ്പിയിട്ട് കെട്ടിവെക്കും, ഇല്ലെങ്കിൽ വേറെ ഫ്യൂസ് ഇട്ടു, അന്നേരം വീണ്ടും കത്തിപ്പോവും. ഇതിപ്പോൾ പ്രിൻ്റ് ബ്രേക്ക് ആക്കുന്നതുകൊണ്ട് അവർ നോക്കുമ്പോൾ ഫ്യൂസ് പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് വേറെ ഒന്നും കുളവാക്കിയിട്ടില്ല. ഇൻവെർട്ടർ വേറെ സ്പീക്കർ വേറെ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പവർ ഓൺ ആക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ലൈറ്റ് വേറെ ഷോട്ടിങ്ങോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ 2 മോസ്ഫെറ്റ് പോയിട്ടുണ്ടായിരുന്നു, മോസ്ഫെറ്റും പോയി. അതുപോലെ തന്നെ 2 അടുത്ത് പ്രിൻ്റ് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം അയച്ചപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ അത് കണ്ടില്ല. അപ്പോൾ സപ്ലൈ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ സപ്ലൈ വരുന്നില്ല നോക്കിയപ്പോഴാണ് പ്രിൻ്റ് കട്ടായേക്കുന്നത് കണ്ടത്. അപ്പോൾ നമ്മൾ സംഭവം നിലവിൽ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.